ഹായ് വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൗ ടു ഓർഡർ ഫുഡ് ഇൻ ദി റെസ്റ്റോറൻറ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു, അവിടെ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മളവിടെ പറയുന്നുണ്ട്, നമുക്ക് എന്താണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്, എന്താണ് വേണ്ടാത്തതെന്ന് പറയുന്നുണ്ട്, എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ എന്തെങ്കിലും വേണോ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക, എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാൻ നമുക്ക് ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൗ ടു ഓർഡർ ഫുഡ് ഇൻ ദി റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൽ വെച്ച് നമ്മൾ സംസാരിക്കുകയാണ്, ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ്, നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇതാണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാപ്പിയോ അല്ലെങ്കിൽ വെള്ളമോ നമ്മൾ പറയും. അതിനുശേഷം നമ്മൾ മെനു ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എങ്ങനെയാണ് നമ്മളൊരു കപ്പ് കാപ്പിയോ അല്ലെങ്കിൽ വെള്ളമോ ചോദിക്കുക? ഇത് നമുക്ക് 3 രീതിയിൽ ചോദിക്കുക എന്നുള്ളതാണ്. ക്യാൻ ഐ ഹാവ് സം വാട്ടർ, ക്യാൻ ഐ ഹാവ് സം വാട്ടർ, എനിക്കൊരല്പം വെള്ളം തരാമോ? ക്യാൻ ഐ ഹാവ് സം വാട്ടർ, എനിക്കല്പം വെള്ളം തരാമോ? ഇനി തന്നെ നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം, മേ ഐ ഹാവ് സം വാട്ടർ, മേ ഐ ഹാവ് സം വാട്ടർ, എനിക്കൊരല്പം വെള്ളം തരാമോ? ഇനി നമുക്ക് ഇത് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്, വളരെ പൊളൈറ്റായ ഒരു രീതിയാണ്. ഐ വുഡ് ലൈക്ക് സം വാട്ടർ, ഐ വുഡ് ലൈക്ക് സം വാട്ടർ, എനിക്കൊരല്പം വെള്ളം വേണമായിരുന്നു. ഐ വുഡ് ലൈക്ക് സം വാട്ടർ, എനിക്കൊരല്പം വെള്ളം വേണമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ, എനിക്കൊരു കപ്പ് ചായ വേണമായിരുന്നു. ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി, എനിക്കൊരു കപ്പ് കോഫി വേണമായിരുന്നു. അപ്പോൾ ഈ 2 ശൈലിയിൽ ഏത് ശൈലി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാൻ ചാൻസ് ഉള്ള ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ മെനു ഒന്ന് കാണിക്കാമോ? മെനു നോക്കിയിട്ട് വേണമല്ലോ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. മെനു ഒന്ന് കാണിക്കാമോ? എങ്ങനെയാ പറയാ? ക്യാൻ ഐ സീ യുവർ മെനു, ക്യാൻ ഐ സീ യുവർ മെനു, നിങ്ങളുടെ മെനു ഒന്ന് കാണിക്കാമോ? അത് പിന്നെ അങ്ങനെ തന്നെ ചോദിച്ചാൽ മതി, നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ. മെനു ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഇന്ത്യക്കാരനാണ്, നമ്മൾ പുറത്തൊരു കൺട്രിയിലാണെന്ന് വിചാരിക്കുക, നമുക്കൊരു ഇന്ത്യൻ കൈൻഡ് ഓഫ് ഫുഡ് ലഭിക്കാനാണ് ആഗ്രഹം. അപ്പോൾ നമുക്കൊരു ഇന്ത്യൻ ഭക്ഷണം ലഭിക്കണം. ഇവിടെ ഇന്ത്യൻ ഫുഡ് വല്ലതും ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ് ഇന്ത്യൻ ഫുഡ്, ഇവിടെ ഇന്ത്യൻ ഫുഡ് നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഡു യു ഹാവ് ഇന്ത്യൻ കൈൻഡ് ഓഫ് ഫുഡ്, ഇവിടെ ഇന്ത്യൻ ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡു യു ഹാവ് ഇന്ത്യൻ ഫുഡ് എന്നോ ഇന്ത്യൻ കൈൻഡ് ഓഫ് ഫുഡ് എന്നോ ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് എന്നോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇവിടെ വെജിറ്റേറിയൻ ഡിഷ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുക? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നത്. ഡു യു ഹാവ് വെജിറ്റേറിയൻ ഡിഷ്, ഡു യു ഹാവ് വെജിറ്റേറിയൻ ഡിഷ്, ഡു യു ഹാവ് വെജിറ്റേറിയൻ ഡിഷ്. അതുപോലെ തന്നെ അയാൾ ഇങ്ങനെ ചോദിക്കുന്നത്, ഡു യു ഹാവ് എനി കൈൻഡ് ഓഫ് ഫിഷ് കറി, ഏതെങ്കിലും തരത്തിലുള്ള മീൻ കറി ഇവിടെ ലഭ്യമാണോ? ഡു യു ഹാവ് എനി കൈൻഡ് ഓഫ് ഫിഷ് കറി, ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിഷ് കറി ലഭ്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഡു യു ഹാവ് എനി കൈൻഡ് ഓഫ് ഫിഷ് കറി, ഡു യു ഹാവ് എനി കൈൻഡ് ഓഫ് ഫിഷ് കറി എന്ന് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ അയാൾ ഒരു റൈസ്, ചോറാണ് അയാൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾ ഒരു കേരള സ്റ്റൈൽ, ഇന്ത്യൻ സ്റ്റൈൽ ചോറും കറിയും കഴിക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, ഐ വുഡ് ലൈക്ക് ഇന്ത്യൻ റൈസ്, ഐ വുഡ് ലൈക്ക് ഇന്ത്യൻ റൈസ്, എനിക്കൊരു ഇന്ത്യൻ റൈസ് ആണ് വേണ്ടത്. ഐ വുഡ് ലൈക്ക് ഇന്ത്യൻ റൈസ് വിത്ത് ഫിഷ് കറി, എനിക്ക് ഇന്ത്യൻ റൈസും ഫിഷ് കറിയുമാണ് വേണ്ടത്. ഐ വുഡ് ലൈക്ക് ടു ഓർഡർ ഇന്ത്യൻ റൈസ് ആൻഡ് ഫിഷ് കറി, ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഓർഡർ ഇന്ത്യൻ റൈസ് വിത്ത് ഫിഷ് കറി എന്ന് പറയും. നമ്മൾ വെജ് ആണോ നോൺ വെജ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല, നമ്മളൊരു സൂപ്പ് ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അതിൽ മീറ്റ് എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ മീറ്റ് വേണമായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് മീറ്റ് എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഡസ് ഇറ്റ് കണ്ടെയ്ൻ മീറ്റ്, ഡസ് ഇറ്റ് കണ്ടെയ്ൻ മീറ്റ്, ഇതിൽ മീറ്റ് ഉണ്ടോ, ഇറച്ചി ഉപയോഗിച്ചിട്ടുള്ള കറിയാണോ അല്ലെങ്കിൽ സൂപ്പാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഡസ് ഇറ്റ് കണ്ടെയ്ൻ മീറ്റ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത റൈസ് വെള്ളയാണ് നമുക്ക് കിട്ടിയത്, നമുക്ക് പച്ചരിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ബ്രൗൺ റൈസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് നമുക്കത് മാറ്റി തരാൻ വേണ്ടി നമ്മൾ പറയാണ്, ഇതൊന്ന് മാറ്റിയിട്ട് ബ്രൗൺ റൈസ് തരാമോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാ ചോദിക്കുക? ഇതൊന്ന് മാറ്റിയിട്ട് ബ്രൗൺ റൈസ് തരാമോ എന്ന് എങ്ങനെ ചോദിക്കുക? മാറ്റുക എന്നുള്ള റീപ്ലേസ് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ്, കുഡ് യു പ്ലീസ് റീപ്ലേസ് ദിസ് വിത്ത് ബ്രൗൺ റൈസ്, കുഡ് യു പ്ലീസ് റീപ്ലേസ് ദിസ് വിത്ത് ബ്രൗൺ റൈസ്, ഇത് മാറ്റിയിട്ട് ബ്രൗൺ റൈസ് ആക്കിയിട്ട് എനിക്ക് തരാമോ, എനിക്ക് ഈ വൈറ്റ് റൈസ് കഴിച്ചിട്ട് ശീലമില്ല. കുഡ് യു പ്ലീസ് റീപ്ലേസ് വിത്ത് ദിസ് ബ്രൗൺ റൈസ്, ഇത് ബ്രൗൺ റൈസ് ആക്കിയിട്ട് മാറ്റി തരാമോ എന്ന്. അതുപോലെ തന്നെ നമ്മൾ ആ ബ്രൗൺ റൈസ് കഴിച്ചു കഴിഞ്ഞു, നമുക്കൊരു അല്പം കൂടെ റൈസ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ക്യാൻ ഐ ഗെറ്റ് സം മോർ റൈസ്, ക്യാൻ ഐ ഗെറ്റ് സം മോർ റൈസ്,
ഒരല്പം കൂടെ ചോറ് തരാമോ? ക്യാൻ ഐ ഗെറ്റ് സം മോർ റൈസ്? ഒരല്പം കൂടെ ചോറ് എനിക്ക് തരാമോ? ഇങ്ങനെയും ചോദിക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളം കൂടെ വേണമായിരുന്നു. അപ്പൊ എങ്ങനെ ചോദിക്കാം? ക്യാൻ ഐ ഗെറ്റ് സം ഹോട്ട് വാട്ടർ? ക്യാൻ ഐ ഗെറ്റ് സം ഹോട്ട് വാട്ടർ? എനിക്ക് കുറച്ച് ചൂടുള്ള വെള്ളം തരാമോ? ക്യാൻ ഐ ഗെറ്റ് സം ഹോട്ട് വാട്ടർ? എനിക്ക് കുറച്ച് ചൂടുള്ള വെള്ളം തരാമോ എന്ന് ചോദിക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നതും വാങ്ങിക്കുന്നതും. അതിനുശേഷം നമ്മൾ കൗണ്ടറിൽ പോകുന്നു, ബില്ലടക്കുന്നു. അവിടെയുള്ള സംസാരമുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.